ഒരു സോഡ നാരങ്ങ വെള്ളം. ആ സാറാ? ഉപ്പ് മതി. അത് പിന്നെ സാറ് പ്രത്യേകം പറയണോ? ജനാധിപത്യ വിശ്വാസികളും പങ്കുചേർന്ന് വമ്പിച്ച വിജയമാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധനയ്ക്കെതിരെ, ജനദ്രോഹ ഭരണത്തിനെതിരെ പ്രതികരിക്കാൻ, പ്രതിഷേധിക്കാൻ നാളെ നടത്തുന്ന ഈ ഹർത്താലിൽ നിങ്ങളുടെ ഏവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു. നാളെ വൈകുന്നേരം പുത്തരിക്കണ്ടം മൈതാനിയിൽ കേരളം നന്നാവില്ല. ഈ വർഷം തുടങ്ങിയിട്ട് ഇത് എത്രാമത്തെ ഹർത്താലാ? ആര് ഹർത്താൽ നടത്തിയാലും നമ്മളെ പോലുള്ളവർക്കല്ലേ സാറേ നഷ്ടം. നാളെ വൈകുന്നേരം പുത്തരിക്കണ്ടം മൈതാനിയിൽ അടിക്കടിയുള്ള പെട്രോളിന്റെ വിലവർധനയ്ക്കെതിരെ നഷ്ടത്തിന്റെ കണക്ക് പറഞ്ഞാലൊന്നും ഇന്നും നാളെയും തീരില്ല. എല്ലാ ജനാധിപത്യ വിശ്വാസികളും പങ്കുചേർന്ന് വമ്പിച്ച വിജയമാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നാളെ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഹർത്താലിൽ എല്ലാ ജനാധിപത്യ വിശ്വാസികളും പങ്കുചേർന്ന് വമ്പിച്ച വിജയമാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധനയ്ക്കെതിരെ, ജനദ്രോഹ ഭരണത്തിനെതിരെ പ്രതികരിക്കാൻ, പ്രതിഷേധിക്കാൻ നാളെ നടത്തുന്ന ഈ ഹർത്താലിൽ നിങ്ങളുടെ ഏവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു. ഹർത്താലിൽ ചിലയിടങ്ങളിൽ അക്രമം. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി റഷ്യയിലേക്ക്. ഏകദിനത്തിൽ ഇന്ത്യക്ക് ഓസ്ട്രേലിയയോട് ദയനീയ പരാജയം. വാർത്തകൾ വിശദമായി. പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് സംസ്ഥാനത്ത് നടത്തിയ ഹർത്താൽ പൊതുവെ സമാധാനപരമായിരുന്നുവെങ്കിലും പലയിടങ്ങളിലും അക്രമങ്ങൾ സംഭവിച്ചു. തിരുവനന്തപുരത്തും ആലപ്പുഴയിലും കണ്ണൂരിലുമാണ് അക്രമങ്ങൾ നടന്നത്. 2 പോലീസുകാർ ഉൾപ്പെടെ 8 പേർക്കാണ് പരിക്കേറ്റത്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. വിമാന, ട്രെയിൻ യാത്രക്കാരിൽ പലരും വീടുകളിലെത്താൻ കഴിയാതെ വിഷമിച്ചു. ഹർത്താലിൻ്റെ പേരിൽ നടന്ന അക്രമങ്ങൾ സാംസ്കാരിക കേരളത്തിന് വലിയ നാണക്കേടുണ്ടാക്കിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എന്തിൻ്റെ പേരിലായാലും നിയമം കയ്യിലെടുക്കുവാൻ ആരെയും അനുവദിക്കില്ലെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി റോഷ്നി നമ്മോടൊപ്പം ചേരുന്നു. റോഷ്നി, എന്താണ് ഹർത്താലിനോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വിവേക്, തലസ്ഥാനത്ത് ഹർത്താൽ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. യാത്രക്കാരാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ടിയിട്ടുള്ളത്. സർക്കാർ ഓഫീസുകളിൽ ഹാജർ നിലയിൽ ഗണ്യമായ കുറവുണ്ടായി. കച്ചവടക്കാരെ ഹർത്താൽ സാരമായി ബാധിച്ചിട്ടുണ്ട്. ചാല മാർക്കറ്റിലെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. രാവിലെ മുതൽ ഇത്ര സമയമായിട്ടും ചരക്കിറക്കാൻ കഴിയാത്ത ഒരു ഓട്ടോ ഡ്രൈവറുടെ പ്രതികരണം നമുക്ക് അറിയാം. ചേട്ടാ, ഹർത്താൽ ചേട്ടന്റെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നത്? രാവിലെ മുതൽ ലോഡുകളേറ്റ് നിർത്തിയിരിക്കുകയാണ് വണ്ടിയിൽ. പക്ഷേ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട്. അടിക്കടിയുള്ള ഈ ഹർത്താലുകൾ വളരെ ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക്. നമുക്ക് ഈ വണ്ടികളോടെയല്ലേ ജീവിക്കാൻ പറ്റൂ. പേട്ട റെയിൽവേ സ്റ്റേഷന് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ദിവസങ്ങളോളം യാത്ര ചെയ്തു വന്ന യാത്രക്കാർക്ക് വീട്ടിൽ പോകാൻ വേറെ വഴിയില്ലാതെ വിഷമിക്കുകയാണ്. അവരിൽ ചില യാത്രക്കാരുടെ പ്രതികരണങ്ങളിലേക്ക്. എന്താണ് സാർ ഹർത്താലിനെ കുറിച്ചുള്ള പ്രതികരണം? केरल है क्या? हम लोग इतना दूर से आ गया, इधर गाड़ी भी नहीं है, कुछ भी नहीं है. ये केरल है क्या? उधर का आदमी लोग ऐसा नहीं है, पूरा दिन काम करते. इधर का आदमी लोग काम नहीं करते. हड़ताल हड़ताल, ये गॉड्स ओन कंट्री है क्या? हड़ताल कंट्री है. हड़ताल हड़ताल हड़ताल. ഹർത്താലിനെ കുറിച്ചുള്ള അനുകൂല പ്രതികൂല പ്രതികരണങ്ങൾ തുടരുമ്പോൾ തിരുവനന്തപുരം പേട്ടയിൽ നിന്നും ട്രൂ ടിവിക്ക് വേണ്ടി ക്യാമറാമാൻ അശ്വിനോടൊപ്പം റോഷ്നി. നന്ദി റോഷ്നി. തിരുവനന്തപുരത്ത് നിന്നും നമ്മോടൊപ്പം ചേർന്നത് റോഷ്നിയാണ്. വാർത്തകൾ അവസാനിക്കുന്നില്ല, അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള. അധികാരമുറപ്പിക്കാൻ അവകാശ സമരങ്ങളുടെ പേരിൽ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ കേരളീയ സമൂഹത്തിൻ്റെ സ്വതന്ത്ര ജീവിതത്തെ താറുമാറാക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ജനങ്ങൾക്കാവശ്യമില്ലാത്ത സമരമുറകൾ. പിന്നെ ആരെ പ്രീണിപ്പിക്കാനാണിതൊക്കെ? കൂണുകൾ പോലെ മുളച്ചു വരുന്ന സംഘടനകൾ. സമരങ്ങളില്ലാത്ത ദിവസം ഇന്ന് കേരളത്തിലില്ല. ഓരോ സമരത്തിലും ഞെരിഞ്ഞമർന്ന് ജീവിക്കുന്ന രക്തസാക്ഷികളായി മാറുന്ന ആൾ രൂപങ്ങൾ. ഇവിടെ വെറും നോക്കുകുത്തികൾ. സംരക്ഷണം പോയിട്ട് സഹതാപത്തിൻ്റെ ഒരു കണിക പോലും ഇവർക്ക് ലഭിക്കുന്നില്ല. എല്ലാം
വിധിയെന്നോർത്ത് ആശ്വസിക്കുന്നു അവർ. അയാൾ ഈ നഗരത്തിൽ എവിടെയോ ഉണ്ടാവണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. എനിക്കുറപ്പാണ് എന്നെങ്കിലും ഒരിക്കൽ അയാളെ കണ്ടെത്താൻ കഴിയുമെന്ന്. ഈ നഗരത്തിലെ ഓരോ ആൾ രൂപങ്ങൾക്കിടയിലും ഇപ്പോഴും എൻ്റെ കണ്ണുകൾ തിരയുന്നു അയാളെ. ये थे हरिहरन, कलाम था जफर कलीम का. நாளை முதல் குடிக்க மாட்டேன், சத்தியம் பண்ணி தருவேன். இன்னைக்கு ராத்திரி ஐயா கடவுளே ஈஸ்வரா. நாளை முதல் குடிக்க மாட்டேன், சத்தியம் பண்ணி தருவேன். ராத்திரிக்கு தூங்க மாட்டேன், சத்தியம் பண்ணி தருவேன். അണ്ണേ കൊഞ്ചം വേണമാ? എടേ, നിന്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ പിന്നാടി വരാതെ கோவப்படாதீங்க. வேண்டான்னா வேண்டாம். நம்ம 2 பேரும் ஒரே ஆள் தானே. பின்ன எதுக்கு என்கிட்ட இந்த கோபம்? தனியாக படுத்தா எனக்கு தூக்கம் வராது. നിനക്ക് പടുக்கிறதுக்கு വേറെ ഇടമൊന്നും ഇല്ലേ? நம்மளை மாதிரி ஆட்களை கடத்திக்கிட்டு போயிட்டு கிட்னி திருடுறதுக்கு ஆள் இங்கே இருக்கிறாங்க. அதனால எனக்கு ரொம்ப பயமாக இருக்கண்ணே.